ഇപ്പോൾ ഇപ്പം ചികിത്സാ രീതികളുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ചികിത്സിക്കുമ്പോൾ ഇവരെ പൂർണ്ണമായി നമുക്ക് മാറ്റാൻ പറ്റുമോ? ചികിത്സയിൽ ഇപ്പോൾ അതിനകത്ത് പറയുകയാണെങ്കിൽ ഓരോ ഡ്രഗിലും വ്യത്യാസമാണ്. ഇപ്പോൾ ആൽക്കഹോളിസം അതിനകത്തുനിന്ന് ഈ ചികിത്സിക്കുമ്പോൾ ചില ആളുകൾ 10 വർഷമായിട്ട് വളരെ ഗൗരവമായിട്ട് കുടിക്കുന്നവരുണ്ട്, ചിലർ 1 വർഷമായിട്ടേ ഉള്ളൂ, ചിലർ 30 വർഷമായിട്ടുണ്ടാവും. ഈ ഡ്യൂറേഷൻ ഓഫ് സിവിയർ അബ്യൂസ് എപ്പോഴും വരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചിലർക്ക് ഇതിൻ്റെ കൂടെ സൈക്കാട്രിക് കണ്ടീഷൻ കാണും, ചിലർക്ക് ഇതിൻ്റെ കൂടെ എപ്പിലെപ്സി, അപസ്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റേതെങ്കിലും കണ്ടീഷൻ കാണും. ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ആൽക്കഹോളിക്സ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും റിക്കവറി സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരു കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വീട്ടിലാണെങ്കിൽ 15 ദിവസം കുടിക്കാതിരുന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ 15 ദിവസം ഇവർക്ക് കുടിക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും നമ്മൾ കൊടുക്കുന്ന ഡ്രിങ്ക്സും എല്ലാം കഴിച്ച് നല്ല സന്തോഷമായിട്ട് അവരുടെ ഇരിക്കും. ആ സമയത്ത് നമ്മൾ അവരുടെ കൗൺസിലിങ്ങിനൊന്നും പോകില്ല. അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായിട്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന് മരുന്ന് കൊടുത്ത്, വിട്രോവൽ സിംറ്റംസ് ഉണ്ടായി അതിന് മരുന്ന് കൊടുത്ത് അങ്ങനെ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10-15 ദിവസം കൊണ്ട് ഇവർക്ക് ഈ ആൽക്കഹോൾ ഡി അഡിക്ഷൻ പ്രോസസ്സ് ഒന്ന് കഴിയും. അപ്പോൾ അവരൊന്ന് നോർമലായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഇതിനെ എങ്ങനെ അതിജീവിക്കണമെന്നും ഈ അഡിക്ഷൻ ഒരു പെർമനൻറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് എങ്ങനെ ഫ്യൂച്ചറിൽ ഹൗ ടു ഡീൽ വിത്ത് അഡിക്ഷൻ എന്നും ഒക്കെ പറഞ്ഞു കൊടുക്കും. ഫാമിലി പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് വരുത്തി ഫാമിലി കൗൺസിലിംഗ് കൊടുക്കും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് അവരെ വിടുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറയും 5 വർഷമെങ്കിലും റെഗുലർ ഫോളോ അപ്പ് മെഡിക്കേഷനോടുകൂടെ തുടർന്നാൽ മാത്രമേ ഇവർ പിടിച്ചു നിൽക്കുള്ളൂ, അല്ലെങ്കിൽ റിലാപ്സ് ആയിപ്പോവും. അപ്പോൾ ഈ ഡിസ്ചാർജിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടാണ് ഈ ഡി അഡിക്ഷൻ. അപ്പം ആൽക്കഹോളിക്സിൽ വലിയ അപകടമില്ലാതെ ഒത്തിരി പേര് അങ്ങ് രക്ഷപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ഈ മറ്റ് രാസലഹരിയോ അല്ലെങ്കിൽ കഞ്ചാവോ അടിച്ച് വരുന്ന ആളുകൾ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ വ്യത്യാസമാണ്. അവരെ അഡ്മിറ്റ് ചെയ്യും, കാരണം അല്ലെങ്കിൽ അവർ വീണ്ടും പോയി അടിക്കാൻ അതുതന്നെ സാധ്യതയുള്ളതുകൊണ്ട് അവരെ അഡ്മിറ്റ് ചെയ്യും. പക്ഷേ മിക്കവാറും പേരും കഞ്ചാവ് അടിക്കുന്നു എന്ന് വീട്ടുകാരറിഞ്ഞത് അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്നു എന്ന് വീട്ടുകാരറിഞ്ഞത് ഒക്കെ ഇവരുടെ ബിഹേവിയർ ചേഞ്ച് കണ്ടതാണ്. ഇവരെ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മിക്കവാറും പേർക്കും സൈക്യാട്രിക് സിംറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്ത് മിക്കവാറും ഒന്നുമല്ലെങ്കിൽ ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ മേനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ സൈക്കോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അങ്ങനെയൊക്കെയുള്ള ഗുരുതര മാനസിക രോഗലക്ഷണങ്ങൾ അവരിൽ കാണാറുണ്ട്. പ്രത്യേകതരമായി എന്താണ് കാണിക്കുക? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മേനിക് സിംറ്റംസ് ഉള്ള ആളുകൾ വരുമ്പോൾ അവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരാൾ, അയാളെങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 6 മാസം കൊണ്ട് 40 ലക്ഷം രൂപയിലധികം ചിലവാക്കി കഴിഞ്ഞു. അത് എന്തിന് ചിലവാക്കിയെന്ന് പുള്ളിക്ക് അറിയാമല്ലേ. പുള്ളി ബിസിനസ് ചെയ്തു എന്ന് പറയണേ. എന്ത് ബിസിനസ്, എങ്ങനെ ഒന്നും അറിയാൻ പറയാം. അതായത് ഹി ജസ്റ്റ് സ്പെൻഡ് 2 അദ്ദേഹം വീട്ടുകാരോട് ഒന്നുമുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടന്ന് അങ്ങനെ അതിനിടയ്ക്ക് 3-4 വണ്ടി മേടിച്ചു. അപ്പോൾ ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാതെ സ്പെൻഡ് ചെയ്യുക, ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാതെ വലിയ വലിയ പ്ലാനും ഐഡിയയും ബിസിനസ് സംഗതികളും പറയുക, ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാതെ പെട്ടെന്ന് പ്രകോപിതനാവുക, ദേഷ്യം വരിക, വീട്ടുകാരോട് അബ്യൂസീവായിട്ട് പെരുമാറുക, അങ്ങനെ വയലൻസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ വയലൻസ് അല്ല, ഇമോഷണലി വയലൻ്റ് ആവുന്ന ഇത്, ഒട്ടും റീസണബിൾ അല്ലാതെ യാത്ര ചെയ്യുക, ഒട്ടും റീസണബിൾ അല്ലാതെ ഫുഡ് കഴിക്കുക, ഒട്ടും റീസണബിൾ അല്ലാതെ എല്ലാവരോടും ഓവർ ഫെമിലിയറിറ്റി കാണിക്കുക, ഒട്ടും റാഷണൽ അല്ലാതെ ചാരിറ്റി വർക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള നിലവിട്ട് പെരുമാറുന്ന ഒരവസ്ഥയാണ്. അത് ഈ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു ഉന്മാദ അവസ്ഥ, മേനിക് സിംറ്റംസാണ്, അതാണ് അതിനുണ്ടായത്. അപ്പോൾ ഭയങ്കര സന്തോഷവാനാണ്, ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ്, വീട്ടുകാരോട് ഭയങ്കര ഇറിറ്റബിളാണ്. ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രശ്നങ്ങൾ. അപ്പം അത് ഒരു ഉന്മാദ രോഗത്തിലേക്കാണ് പോയത്. അപ്പം ഡി അഡിക്ഷനാണ് വന്നതെങ്കിലും ബേസിക്കലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നത് ഉന്മാദ രോഗത്തിനാണ്. അപ്പോൾ ഉന്മാദ രോഗം സെറ്റിലായി കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഈ ഡി അഡിക്ഷൻ കൗൺസിലിംഗ് ഒക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം. അതുപോലെ സൈക്യാട്രിക് ഡ്രഗ്സ് ഉപയോഗിക്കേണ്ടി വരുന്നു, മൂഡ് സ്റ്റെബിലൈസർ, ആൻറ്റിസൈക്കോട്ടിക് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പം
ഇത് ഇങ്ങനെയാണ്. ചില ആളുകൾക്ക് ഇങ്ങനെ വെച്ചാൽ സംശയങ്ങൾ, അത് ഭാര്യയെ സംശയം അങ്ങനെയുള്ളത് ഒരു കൂട്ടർ. അത് മാത്രമല്ല, അയലക്കാർ നമുക്കെതിരെ എന്തോ പാര വയ്ക്കുന്നു, അവർ കൂടോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുന്നു അനാവശ്യമായിട്ട്, നമ്മളെ ശല്യപ്പെടുത്താൻ. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു പേഷ്യൻ്റ്, അവന് LSD ഉപയോഗിക്കുന്ന. അപ്പോൾ അവൻ്റെ വിചാരം അവൻ്റെ കാമുകി ഇവനെ ഫോളോ ചെയ്യുന്നു എന്നാണ്. ഇവന് വേറെ വല്ല പെൺകുട്ടികളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നറിയാനായിരിക്കാം അവൾ ഫോളോ ചെയ്യുന്നത്. അവളിങ്ങനെ ഇപ്പോൾ ദേ പുറത്ത് വന്നതെന്ന് എന്നെ ഇവിടെ സംസാരിക്കുന്നത് അശരീരി കേൾക്കുന്നു. അതായത് ആളവിടെ ഇല്ലെങ്കിലും അയാൾ സംസാരിക്കുന്നതായിട്ട് കേൾക്കുന്നു. വേറൊരാൾ പറയുന്നത് അവൻ്റെ മനസ്സിലുള്ളതെല്ലാം അവൻ്റെ ഫാദറിൻലോ പിടിച്ചെടുക്കുന്നു, എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അവനോട് പെരുമാറുന്നു. അങ്ങനെയാണ്. വേറൊരു കൊച്ചു പയ്യൻ പറയണത് അവൻ്റെ ക്ലാസ് ടീച്ചർ അവനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി മറ്റു ടീച്ചർമാരോട് ഇവനെപ്പറ്റി പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ അമ്മയാണ് ആ ടീച്ചറിന് ഇവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നത്. ഇങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളിൽ ചെന്നപ്പെടുക. അത് നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു റീസണും പറയാൻ പറ്റില്ലെങ്കിലും ഇത് ആവർത്തിച്ച് നമ്മളോട് വളരെ ശാഠ്യത്തോടെ ഇത് പറയുന്നത് ഡെലൂഷൻ എന്ന് പറയും. ഇപ്പം ഹലൂസിനേഷൻ, ഇല്ലാത്തത് കേൾക്കുക, കാണുക, അനുഭവിക്കുക, അങ്ങനെ അതാണ് ഹലൂസിനേഷൻ. യാഥാർത്ഥ്യം ഇല്ലാത്ത കാര്യങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു, അതാണ് ഡെലൂഷൻ. ഇത് രണ്ടുമുള്ള ധാരാളം പേഷ്യൻസ് ഉണ്ട്. ഒരു തവണ രസകരമായ ഒരേ ഒരു തവണ മാത്രം മെത്ത് ഉപയോഗിച്ച ഒരാൾ ഇതുപോലെ ഹലൂസിനേഷനുമായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ആരും ഇല്ലയെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. ആ പെൺകുട്ടി പറഞ്ഞാൽ അവളുടെ റിലേഷൻഷിപ്പിലുള്ള പയ്യൻ അവളുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ പുറത്ത് നിന്ന് അവളെ കുറ്റം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ പറയുന്നതെല്ലാം ഇവൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ ഇല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഇല്ലാത്ത സംഭവം കേൾക്കുക, അതുപോലെ തന്നെ പറയുന്ന മറ്റുള്ള ആളുകളെല്ലാം അവന് ഗൂഢാലോചന, എന്നെപ്പറ്റി കളിയാക്കി സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല സിംറ്റംസും ഇവർ പറയുന്നു. അത് ഈ മെത്തടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ രാസലഹരി ഉപയോഗിക്കുന്നവരിൽ ചിലപ്പോൾ ഒരു സിംഗിൾ യൂസിൽ പോലും ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഒറ്റ യൂസിൽ പോലും പലപ്പോഴും ഈ സൈക്കാട്രിക് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രാസലഹരി, കഞ്ചാവ് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള സൈക്കാട്രിക് കണ്ടീഷൻ മഹാഭൂരിപക്ഷം പേരിലും കാണാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ അനുസരിച്ചാണെങ്കിൽ ഒരു 60 to 65% ആളുകളിൽ ഈ സൈക്കാട്രിക് സിംറ്റംസ് ഉണ്ട്. ബാക്കി ഒരു 40-45% ആളുകൾ മാത്രമേ ആ ഒരു സിംറ്റംസ് ഇല്ലാത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 30-35% ആളുകൾ സിംറ്റംസ് ഒന്നുമില്ല, ഇത് സബ്സ്റ്റൻസിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ എന്ന്. ബാക്കിയുള്ള ആളുകളിൽ ഇങ്ങനെയുള്ള സൈക്കാട്രിക് സിംറ്റംസ് ഉണ്ടാകും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ആ നിലയിലേക്ക് മാറേണ്ടി വരും. സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഈ സിംറ്റംസ് എല്ലാം മാറിയതിന് ശേഷം മാത്രമേ ഈ ലഹരിയെപ്പറ്റി അവരെ ബോധവൽക്കരിക്കാനോ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ ഫാമിലി തെറപ്പി നടത്താനോ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ ഇതെല്ലാം ചെറുപ്പക്കാരിലാണ് ഈ രാസലഹരിയും കഞ്ചാവും ഒക്കെ കൂടുതലുള്ള. അവരുടെ പഠിത്തം പോകുന്നു. അപ്പോൾ എയർലി ഫേസ് ഓഫ് ദെയർ ലൈഫ് അവർ വല്ലാതെ മോശപ്പെട്ട അവസ്ഥയിൽ, മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ്, പഠിത്തം തുടരാൻ പറ്റാത്ത ആളുകൾ, പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് പഠിത്തം തുടരാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ള ആളുകൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും എത്ര നാൾ കാത്തിരുന്നാലും സിംറ്റംസ് മാറാത്ത അവസ്ഥയും ചുരുക്കം പേര് കാണാറുണ്ട്. ഈ സാധാരണ ഒരു സബ്സ്റ്റൻസ് ഒന്നും ഉപയോഗിക്കാത്ത ആളുകൾ സൈക്കാട്രിക് സിംറ്റം ഉണ്ടാകുമ്പോൾ ചികിത്സിച്ച് മാറുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ചില സമയത്തെങ്കിലും ഈ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് സൈക്കാട്രിക് സിംറ്റം ഉണ്ടാകും. അപ്പം ഡി അഡിക്ഷൻ്റെ ഭാഗമായിട്ട് സൈക്കാട്രിക് സപ്പോർട്ട് വളരെ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഇവർക്ക് പഠിത്തത്തിൻ്റെ കാര്യം അവർക്ക് നഷ്ടപ്പെടും, ജോലിയുടെ കാര്യം ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെടും. അതെല്ലാം ഈ ഫാമിലിയെ ഒത്തിരി വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികളിൽ കാണുന്ന ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് അവരുടെ ലൈഫിലുണ്ടാക്കുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ മറന്നു പോകരുത്.